നമസ്കാരം. ഇന്ന് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്ത ആമസോൺ സ്ഥാപകനും ശതകോടീശ്വരനുമായ ജെഫ് ബെസോസിൻ്റെ രണ്ടാം വിവാഹമാണ്. വെനീസിലാണ് ഈ വിവാഹ ചടങ്ങ് നടക്കുന്നത്. ലോകത്തെ ഏറ്റവും മനോഹരമായ നിറയെ തടാകങ്ങൾ കൊണ്ട് നിറഞ്ഞ കനാലുകൾ കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ ഈ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹം നടക്കുന്നത്. മാധ്യമപ്രവർത്തകയായ ലോറൻ സാഞ്ചസ് ആണ് അദ്ദേഹത്തിൻ്റെ വധു. ശതകോടികൾ മുടക്കിയാണ് ഈ 61-കാരനും 55-കാരിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ചടങ്ങിലേക്ക് ലോകമെമ്പാട് നിന്നുള്ള ഏതാണ്ട് 250ഓളം ആദ്യ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ക്ഷണിച്ചിരുന്നു എങ്കിലും അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇവാങ്ക ട്രംപും ഭർത്താവും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജോർദാനിലെ രാജ്ഞി പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായ ബരാക് ഒബാമയും ഈ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയനായ അതിഥിയായി മാറിയിരിക്കുകയാണ്. ഒബാമയും ജെഫ് ബെസോസും തമ്മിൽ വളരെ അടുത്ത വ്യക്തിബന്ധമാണ് പുലർത്തുന്നത്. ഒബാമ നടത്തുന്ന പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ വലിയ തോതിലുള്ള സഹായം നേരത്തെ ജെഫ് ബെസോസ് നൽകിയിരുന്നു. അതുകൊണ്ട് കൂടിയായിരിക്കും ഇരുവരും തമ്മിലുള്ള വ്യക്തിബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അതിഥികൾക്കായി വൻകിട പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ജെഫ് ബെസോസും ഭാര്യയും തങ്ങുന്ന ഹോട്ടലിലെ മുറിക്ക് ഒരു രാത്രിക്ക് $5000 അതിൻ്റെ വാടക നൽകേണ്ടത് എന്നാണ് മറ്റൊരു കാര്യം. ജെഫ് ബെസോസിൻ്റെ കോടികൾ വില മതിക്കുന്ന ആഡംബര നൗകയിലാണ് എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ നടക്കുന്നതൊക്കെ തന്നെ അവിടെയാണ്. ഇവിടെ വിളമ്പുന്ന ഭക്ഷണം ഏറ്റവും ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇത്രയധികം VVIPകൾ പങ്കെടുക്കുന്ന ഒരു വിവാഹ ചടങ്ങ് ഈയിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഈ നൂറ്റാണ്ടിൻ്റെ, അതായത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിവാഹമാണ് ഇത് എന്നാണ് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധമാണ്. തങ്ങളുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും നടന്ന വിവാഹ സൽക്കാര ചടങ്ങുകൾ ഒടുവിൽ അതിൻ്റെ വേദി തന്നെ മാറ്റിവെക്കേണ്ടെന്നു നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. അവർ പറഞ്ഞത് തങ്ങൾ ഈ വെനീസിലെ കനാലുകൾ മുഴുവൻ ചത്ത മുതലുകളെ കൊണ്ട് നിറയ്ക്കും എന്നായിരുന്നു. ഈ ഒരു ഭീഷണി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ അതിശക്തമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത് ലോകത്തെ ഏറ്റവും VVIPകളായ വ്യക്തികൾ തന്നെയാണ് എന്ന്. വെള്ള സ്യൂട്ട് ധരിച്ചാണ് വധു വേദിയിലേക്ക് എത്തിയത്. ജെഫ് ബെസോസ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ പതിവേഷത്തിൽ തന്നെയാണ് എത്തിയിരുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട VIPകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഇത് ആഗോള ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ശതകോടീശ്വരന്മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും പങ്കെടുക്കുമോ എന്ന് പലരും നേരത്തെ ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ പേരും മറ്റു കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് വിവാഹത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഏക വ്യക്തി നടാഷ പൂനാവാലെ എന്ന ഒരു ബിസിനസ്സുകാരിയാണ്. ഇവർ വലിയ ഒരു വ്യവസായിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി സംരംഭങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ വിവാഹത്തിൻ്റെ ഈ 3 ദിവസത്തെ ആഡംബര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇനി പാരീസിൽ വെച്ച് മറ്റൊരു വലിയ ആഘോഷം കൂടി നടക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ ഇന്ത്യക്കാരിയായ സ്ത്രീക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ലോകമേറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ വിവാഹത്തെ ഉറ്റുനോക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി വിവാഹിതനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 55 വയസ്സുണ്ട്. എന്നിട്ടും ചെറുപ്പക്കാർ നടത്തുന്നത് പോലെ തന്നെ അതേപോലെയുള്ള അത്രയും വലിയ ആഘോഷ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജെഫ് ബെസോസ് അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയുമായി വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തിന് മക്കളുണ്ട്. അവർക്കെല്ലാം ആവശ്യമായ സ്വത്തും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ വിവാഹത്തിലേക്ക് ജെഫ് ബെസോസ് കടക്കുന്നത്. ഏതായാലും പടിഞ്ഞാറ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു ആശ്ചര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു വിവാഹ ആഘോഷ ചടങ്ങ്, അത് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ആഡംബര നൗകയിൽ നടക്കുന്ന വിവാഹ ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇവരുടെ ചടങ്ങ് നടക്കുന്ന ആഡംബര നൗക ഇറ്റാലിയൻ തീരത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചായിരിക്കും ഈ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുക.